ഇറ്റ്? ശ്രുതി പ്രശ്നം ഉണ്ടായിരുന്നു, ഇടയ്ക്ക് സംഗതികളെ കുറച്ച് സ്ലിപ്പായി പോയി. പിന്നെ ബാക്കിയെല്ലാം ഉണ്ടോ ഇനി? നോ, പക്ഷെ ഐ തിങ്ക് യുനോ കേട്ടവർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമുക്ക് ജഡ്ജസ് എടുത്ത് ചോദിക്കാം. മുറിവ് ചിത്ര ചേച്ചി എടുത്ത് ചോദിക്കാം. ചേച്ചി? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് തോന്നുന്നു ഒരു കോമ്പറ്റീഷൻ ഇതിനേക്കാളൊന്നും ഭംഗിയായിട്ട് പാടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മോള് പറഞ്ഞ പോലെ വലിയ മിസ്റ്റേക്സ് ഒന്നും ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ. റിഹേഴ്സലിന് ഇതിലും നന്നായിരുന്നു അല്ലേ? അത് ശരി. സ്റ്റേജിൽ നമ്മൾ ലൈവ് ടേക്കിന് പാടുമ്പോൾ എന്തായാലും ആ ഒരു ടെൻഷൻ കൊണ്ട് കുറച്ചൊക്കെ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ പോയിട്ടുള്ളൂ. എനിക്ക് വലിയ മേജറായിട്ടൊന്നും തോന്നിയിട്ടില്ല. ആലാപ്പിൻ്റെ മൂന്നാമത്തെ ഫ്രേസില്ലേ, സനി 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 നില്ല, അവിടെ മോള് പ്ലെയിൻ ആയിട്ടാ പിടിച്ചേ, അവിടെ സാ മാത്രമായിട്ടാ പിടിച്ചേ. മോള് സനി 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 പാടിയില്ല കേട്ടോ. അങ്ങനെ അവിടെ സനി സനി കേട്ടില്ല. അതെന്തോ എന്താണ് എന്താ ഞാനിങ്ങനെ സംശയിച്ചിട്ടുണ്ട്, അങ്ങനെയാണോ? ഇല്ല ചേച്ചി, റെക്കോർഡില് ചേച്ചി പാടി തന്ന പോലെ തന്നെയാ. അപ്പൊ അത് മോള് അത് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ പാടിയപ്പോ. പിന്നെ ചരണത്തിന്റെ എണ്ട് മറഞ്ഞു നിന്നു. ഫസ്റ്റ് ചരണം പാടി ഫിനിഷ് ചെയ്യുന്ന സ്ഥലം മറഞ്ഞു നിന്നു എന്ന് വരുന്ന സ്ഥലം, അവിടെ കുറച്ചൊരു ബ്രെത്ത്ലെസ്സും, അതുകൊണ്ട് എനിക്ക് ഒറ്റയടിക്ക് പാടി വന്നുകൊണ്ട് ഇത്തിരി പിച്ചിങ്ങും ഉണ്ടായിരുന്നു, കുറച്ച് ശ്രുതിയും പോയിരുന്നു. പിന്നെ സെക്കൻഡ് ചരണം പൊന്നോല പന്തലിൽ, അതെങ്ങനെയാണോ തെറ്റിപ്പോയി. അതെങ്ങനെയായിരുന്നതെന്ന് റിയലായിട്ട് പാടി കാണിച്ചേ. ചക്രവാളത്തിന്റെ പൊന്നോല പന്തലിൽ, ഇപ്പോഴും ഒരു നോട്ട് എക്സ്ട്രാ വരുന്നുണ്ട്. ഓക്കെ, അത് പിന്നെ പറന്നുയരാം എന്നുള്ളതും ഒന്നൊരു ബെറ്റർ വന്നു, പക്ഷെ ഒന്നൊരു ബെറ്റർ ആവാമായിരുന്നു തോന്നി എനിക്ക്. പിന്നെ ലാസ്റ്റത്തെ ആരോഹണസ്വരം, ആരോഹണസ്വരം, അവിടെ എന്തോ സംഗതി വല്ലതും ഉണ്ടോ? ഇല്ല. ആരോഹണസ്വരം അതും ഒന്നുകൂടെ നന്നാവായിരുന്നു കേട്ടോ. അവിടെ മാത്രമേ എനിക്ക് എത്രേ തോന്നിയുള്ളൂ. ബാക്കിയെല്ലാം അഞ്ചു ഓൾമോസ്റ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പാടിയെന്ന് തന്നെ എനിക്ക് തോന്നി. ഭയങ്കര സന്തോഷം തോന്നുന്നു നിങ്ങൾ അത്ര നന്നായിട്ട് പാടി കേൾക്കുമ്പോൾ. വലിയ സന്തോഷമുണ്ട് കേട്ടോ മോളെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ചേച്ചി. ശ്രീലത ചേച്ചി? മോളെ നന്നായിട്ട് പാടി കേട്ടോ, എനിക്ക് വലിയ ഇഷ്ടമായി. അപ്പോൾ ഞാനിങ്ങനെ കണ്ണടച്ചിരുന്ന് കുറച്ചേരം നോക്കി വെച്ച് ഇത്രയല്ലേ പാടുന്നത് എന്ന് തോന്നി. സത്യമായിട്ടും വളരെ വളരെ നന്നായിരുന്നു. പിന്നെ നിങ്ങൾക്കൊക്കെ വളരെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് കേട്ടോ ഈ റിഹേഴ്സലും ഇതൊക്കെ കുറേ ചെയ്യുമ്പോൾ. പിന്നെ ചില മൈന്യൂട്ടായിട്ടുള്ള ചില ഇതൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഇനി അടുത്ത പ്രാവശ്യം അതൊക്കെ ശ്രദ്ധിച്ച് പാടും. ഓക്കെ, താങ്ക് യു ചേച്ചി. ശരത് സാർ? നന്നായിരുന്നു മോളെ, താങ്ക് യു സാർ. നന്നായിട്ട് പാടി കേട്ടോ, വളരെ നന്നായിരുന്നു. പക്ഷെ എനിക്ക് ചേച്ചി പറയുന്നവരെ ഞാൻ യോജിക്കത്തില്ല. ഇങ്ങനെ പാടിയാൽ പോരാ എന്നെ സംബന്ധിച്ചിടത്തോളം. ആ തെറ്റുകളും കൂടി ഇല്ലാണ്ട് പാടണം കേട്ടോ. അത് ഇത് തെറ്റും കൂടി ഇല്ലായിരുന്നെങ്കിൽ എണീച്ചെന്ന് കൈയടിച്ചേനെ ഞാൻ, സത്യം ഉള്ള സത്യം പറയാം. മോളെ തേടുകയായിരുന്നു എന്നൊന്ന് പാടിക്കേ. പല്ലവിയുടെ എൻ്റെ മോളെ തേടുകയായിരുന്നു. നീ കുറച്ചും കൂടെ ക്ലാരിറ്റി ആവാം മോളെ. ഇത് ഷഡ്ജത്തിന്റെയും നിഷാദിന്റെയും ഇടയ്ക്കാണ് മോള് പാടുന്നത്. ഒന്ന് ക്ലിയർ ആയിട്ട് പാടുവോ? തേടുകയായിരുന്നു. ഓക്കെ, അത് കുറച്ചും കൂടെ നോക്കണം. അത് രണ്ടിന്റെ ഇടയിൽ നിൽക്കുന്നുണ്ട് മോള്. സനി സനി സദാ സനി സനി സദാ പാടിക്കേ. സനി സനി സദാ സദാ സദാ. ഞാനിത് പാടിച്ചെന്താന്ന് നമുക്ക് നോട്ട് കുറച്ചും കൂടെ ക്ലാരിറ്റിക്ക് വേണ്ടിയാ ഞാനിത് ഇത്രയും പറയുന്നത്. കീറി മുറിക്കാൻ വേണ്ടിയല്ല, മോൾ ഇനിയും ശരിയാവണം. അസാധ്യമായിട്ട് പാടി, കാര്യം ഞെട്ടിപ്പിക്കാനുള്ളവരെ മാത്രമേ ഞാൻ ഇങ്ങനെ പറയാറുള്ളൂ കൂടുതൽ. താങ്ക് യു മോൾ. താങ്ക് യു ശരത് സാർ. ശ്രീയേട്ടാ? തുടക്കം ശ്രുതി, പിന്നുള്ള പാടി, കലയുടെ മായാഗോപുരം, പിന്നെ പൊന്നോള പന്തലിൽ, പിന്നെ ലാസ്റ്റ് വന്നപ്പോൾ ഉള്ള ഒരു ശ്രുതി അങ്ങോട്ട് കേരപ്പലിറ്റിൽ ചേർന്നില്ല, പിന്നെ ലാസ്റ്റ് നിർത്തിയ പാടി എന്നുള്ളത് ഇതൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഈ പേപ്പർ ഞാൻ വലിച്ചെറിയുന്നു. എനിക്ക് പ്രശ്നമേ ഇല്ലത്, അസലായിട്ട് പാടി. അതായത് ഇതൊരു കോമ്പറ്റീഷനാണ്. ഈ കോമ്പറ്റീഷനിൽ നിങ്ങളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും. ഇത്രയും ടഫ് ഒരു സോങ് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ എടുക്കില്ല. ഒന്ന്
പക്ഷെ അത് എടുത്തോണ്ട് വന്ന് ഇത് പാടിയ ചിത്രയുടെ ഞങ്ങളുടെയൊക്കെ മുമ്പിലിരുന്ന് പാടുന്ന ധൈര്യം 2. പിന്നെ 3, ഇത് പാടിയ ഞാൻ ചലഞ്ച് ചെയ്യുന്നു. ചിത്ര വീണ്ടും ഇത് പാടിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടാവുന്നുള്ളത് അതിൻ്റെ പരമസത്യമാണ്. എന്ത് എഗ്രി ചെയ്യുന്നുണ്ടോ? 100% എഗ്രി ചെയ്യുന്നുണ്ട്. അപ്പം ശകലം മിസ്റ്റേക്ക് ഒക്കെ വന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. അത് അതിൻ്റെ കറക്ഷൻ അണ്ണാച്ചി പറഞ്ഞു തന്നു. അത് ന്യായമായിട്ടുള്ള കറക്ഷൻസ് പറഞ്ഞു തന്നു. അത് ശ്രദ്ധിക്കുക. അത് വീണ്ടും പാടിച്ചു കഴിഞ്ഞാൽ അത് 5-ന് വരും, ഇല്ലേ? വരും. അങ്ങനെ പറ, അങ്ങനെ കോൺഫിഡൻസ് കൊണ്ടുവരാ. അതായത് വീണ്ടും പാടിച്ചു കഴിഞ്ഞാൽ അത് വരും. അതുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ഐ എം നോട്ട് ടെല്ലിങ് എനിത്തിങ്. യു ആർ എ ഗ്രേറ്റ് സിംഗർ. വെരി ഗുഡ്. ഓൾ ദ ബെസ്റ്റ്. പറയേണ്ട ഒരു ചുമതല ഞങ്ങൾക്ക് ഉള്ളതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു തരും കേട്ടാ. എന്തൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ അത് പറഞ്ഞു തരും. അത് നമ്മുടെ ഡ്യൂട്ടിയാണ് കേട്ടാ. ഓൾറൈറ്റ് അഞ്ജു, എനിക്കൊരു ഫീലിംഗ് ഇങ്ങനെ വരുന്നു. ഒരു നല്ല മാർക്സ് കിട്ടാൻ പോണ ഒരു കാറ്റ് വീശണു. നമുക്ക് നോക്കാം. ചിത്ര ചേച്ചി 25. ശരത് സർ 24 അഞ്ജു. താങ്ക് യു സർ. 24. ശ്രീയേട്ടാ പ്രേക്ഷകരോട് പറയാണ്, എലിമിനേഷനിൽ നിന്ന 5 ആണ് ഇന്നത്തെ ഹയസ്റ്റ് സ്കോർ. ഒന്ന് ആലോചിച്ചു നോക്കാം. ഇതിൻ്റെ ഒരു ഭഗവാന്റെ ഒരു ശക്തി. ഇറ്റ്സ് ഓൾ ഡിപ്പെൻസ് ഓൺ ദ ടൈം. 24. ആൻഡ് ശ്രീലത ചേച്ചി 7. 73 പ്ലസ് 7 80 മാർക്സ് ആണ് അഞ്ജുവിന് നമ്മുടെ ജഡ്ജസ് നൽകിയത്. ഈ പാട്ട് കഴിഞ്ഞ സ്റ്റേജിലാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 90 ആട്ടോ. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അഞ്ജു, വെരി ഗുഡ്, വെരി പ്രൗഡ് ഓഫ് യു. ഇൻഫാക്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ഞങ്ങളിരുന്ന് പറയായിരുന്നു ഇതൊരു 80 അടിക്കുന്നു ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്ന്. വി സോ പ്രൗഡ്, എസ്പെഷ്യലി ബിക്കോസ് ജഡ്ജസ് പറഞ്ഞ പോലെ കഴിഞ്ഞ സ്റ്റേജിലെ ആ ഒരു ചെറിയ ഷോക്ക് അഞ്ജുവിനൊരു നല്ലൊരു ഡോസ് കിട്ടിയ പോലെ ആയല്ലേ. കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് റിഹേഴ്സ് ചെയ്ത് അതിൻ്റെ